സത്യം ഒരു സ്നാനമാണ്, അഥവാ സത്യത്തിലേക്കുള്ള സ്നാനമാണ് യഥാർത്ഥ അഭിഷേകം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ വാണിപ്പറമ്പലച്ചൻ. ഉയർപ്പ് കാലം 7-ാം ഞായർ 2024 മെയ് 12. യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ് സുവിശേഷത്തിലുള്ളത്. അതിൽ 17, 18, 19 തിരുവചനങ്ങൾ ഇങ്ങനെയാണ്: അവരെ അങ്ങ് ആ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണല്ലോ സത്യം. അങ്ങ് എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. കർത്താവ് പറയാണ്, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ കർത്താവിന് വല്ല പാപം ഉണ്ടായിരുന്നോ വിശുദ്ധീകരിക്കുക? പാപരഹിതനല്ലേ അവൻ, ഒരു പാപം അവനില്ല. അപ്പോൾ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നത് പറഞ്ഞാൽ എന്താർത്ഥം? ശിഷ്യന്മാരെ ആ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന് പറയുകയും അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ അവർക്ക് വേണ്ടി വിശുദ്ധീകരിക്കുന്നു പറയുകയും ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ വിശുദ്ധീകരിക്കണമേ എന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് ഹഗിയാറ്റ്സോ എന്നാണ്. ഹഗിയാറ്റ്സോ വേർതിരിക്കുക, മാറ്റി നിർത്തുക എന്നാണ് ആക്ഷരികം. ഹീബ്രുവിൽ ഖാദോഷ്, അതിൽ നിന്നാണ് സുറിയാനിയിൽ കൂദാശ. വിശുദ്ധമായ ഒരു കാര്യത്തിന് വേണ്ടി ഒരാളെ കൂദാശ ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പ്രതിഷ്ഠിക്കുക, ഡെഡിക്കേറ്റ് ചെയ്യുക. അതിനെയാണ് ഈ വാക്കുകൊണ്ട് കൂദാശ, ഖാദോഷ്, ഹഗിയാറ്റ്സോ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന വിശുദ്ധമായ ലക്ഷ്യം എന്താണ്? ദൈവിക സത്യം സംരക്ഷിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമാണ്. കർത്താവിന്റെ വചനം വാമൊഴിയായി 1 തെസ്സലോനിക്ക 2:13, 1 പത്രോസ് 1:25 വാമൊഴിയായി ശ്ലീഹന്മാർ നൽകി. 1 തെസ്സലോനിക്ക 2:13, 1 പത്രോസ് 1:25. പിന്നെ എഴുത്തിലൂടെ ഈ വാമൊഴിയിൽ നിന്ന് എഴുത്തിലേക്ക് പ്രവേശിച്ചു. 2 തെസ്സലോനിക്ക 2:15, 1 തിമോത്തി 3:14, 15. അതെല്ലാം അവതരിപ്പിക്കുന്നത് ശ്ലീഹന്മാരുടെ ദൗത്യമായിരുന്നു. വാമൊഴിയായും പിന്നെ വരമൊഴിയായും എഴുത്തും മുഖേനയും കർത്താവിന്റെ വചനം അവതരിപ്പിക്കുക. ആ ഒരു വിശുദ്ധമായ ലക്ഷ്യം, ഈ ദൈവിക സത്യം സംരക്ഷിക്കുന്ന ലക്ഷ്യം, അതില് ഇങ്ങനെ സുവിശേഷം പ്രചരിപ്പിക്കുക, എഴുത്തിലൂടെയും വാമൊഴിയിലും പ്രചരിപ്പിക്കുക എന്ന് മാത്രമല്ല അർത്ഥം. കാരണം വിശുദ്ധീകരിക്കുന്ന വാക്ക് പഴയ നിയമത്തിലെ പുരോഹിത ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവാരാധനയ്ക്ക് യോഗ്യമാക്കുന്നതിനാണ് ഈ ഖാദോഷ് എന്ന വാക്ക് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് ഒന്ന് ശ്രമിക്കാം. പിതാവ് വിശുദ്ധീകരിച്ച് അയച്ചതാണ് പുത്രനെ. 10:36, യോഹന്നാൻ 10:36. പിതാവ് വിശുദ്ധീകരിച്ചവനാണ് പുത്രൻ. അതായത് പുത്രനിൽ പാപം ഉണ്ടായിട്ട് വിശുദ്ധീകരിക്കുകയല്ല, മറിച്ച് പുത്രനെ മനുഷ്യവംശത്തിന്റെ മഹാപുരോഹിതനായിട്ടാണ് ദൈവപിതാവ് മാറ്റി നിർത്തിയതും അയച്ചതും. ഞാൻ ആവർത്തിക്കുക, പിതാവ് വിശുദ്ധീകരിച്ചു, പുത്രൻ അയച്ചു എന്നാണ് യോഹന്നാൻ 10:36. ആ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ പുത്രൻ തമ്പുരാനെ മനുഷ്യവംശത്തിന്റെ മഹാപുരോഹിതനായി വാഴിച്ച് മാറ്റി നിർത്തി അയച്ചു. അവന്റെ ആത്മബലിയിലൂടെയാണ്, ഈ പുത്രന്റെ ആത്മബലിയിലൂടെയാണ് മനുഷ്യവംശത്തിന് രക്ഷയും പുതിയ ജനുസിലുള്ള ജീവനും, നിത്യജീവൻ എന്ന് പറയുന്ന പുതിയ ജനുസിലുള്ള ജീവനും കൈവന്നത്. ആ മഹാപുരോഹിതനായ യേശുവിന്റെ സ്ഥാനത്തു നിന്ന് ആ മഹാപുരോഹിതനായ യേശുവിന് വേണ്ടി ദൈവപിതാവിനെ ശുശ്രൂഷ ചെയ്യാൻ ശ്ലീഹന്മാരെ പുരോഹിതന്മാരായി വാഴിക്കണമേ എന്ന്, വിശുദ്ധീകരിക്കണമേ എന്ന്, മാറ്റി നിർത്തണമേ എന്ന് പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, മാറ്റി നിർത്തുകയാണ്. പുതിയ നിയമത്തിന്റെ പുരോഹിതന്മാരായി ശ്ലീഹന്മാരെ വാഴിക്കുകയാണ് പുത്രൻ തമ്പുരാൻ പിതാവിനെ പ്രാർത്ഥിച്ചുകൊണ്ട്. പിതാവ് പ്രാർത്ഥന കേൾക്കുന്നു. അതിനാൽ പുതിയ നിയമത്തിന്റെ പുരോഹിതന്മാരാണ് ശ്ലീഹന്മാരും അവരുടെ നിയമാനുസൃത പിൻഗാമികളും.
പഴയ നിയമത്തില് പുരോഹിതന്മാരെ വാഴിച്ച് മാറ്റി നിർത്തുന്നുണ്ട്. അതുപോലെ സ്ലീഹന്മാരെ സത്യത്താൽ സ്നാനപ്പെടുത്തി മാറ്റി നിർത്തി കൂദാശ ചെയ്യുകയാണ്. അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ സത്യമാകുന്ന പവിത്ര ജലത്തിലെ സ്നാനം അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പഴയ നിയമത്തില് പുരോഹിതന്മാരെ വാഴിക്കുമ്പോൾ അവരെ സ്നാനപ്പെടുത്തി കുളിപ്പിച്ച് അഹ്റോന്റെ മക്കളെയൊക്കെ കുളിപ്പിച്ചിട്ട് നമ്മൾ അന്ത്യത്താഴത്തിൽ കാണുന്നുണ്ട് യേശു ശിഷ്യന്മാരെ കാൽപാദങ്ങൾ കഴുകി അവരെ പുരോഹിതന്മാരെ വാഴിക്കാൻ. അപ്പൊ പഴയ നിയമത്തിലെ പോലെ തന്നെ കുളിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ കുളിപ്പിക്കല് അത് പോരാ, മറിച്ച് സത്യത്താൽ കുളിപ്പിക്കണമേ എന്നാണ് പുത്രൻ പിതാവിനോട് പറയുന്നത്. അതായത് യഥാർത്ഥ സ്നാനം എന്ന് പറയുന്നത് സത്യം കൊണ്ടുള്ള സ്നാനമാണ്. ജലം അതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ്. അഭിഷേകം അതിൻ്റെ ഒരു പ്രതീകം മാത്രമാണ്, അടയാളം മാത്രമാണ്. എന്താണ് ഇവിടെ സത്യം കൊണ്ടുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ? അങ്ങയുടെ വചനമാണല്ലോ സത്യം. അങ്ങയുടെ വചനമാണല്ലോ സത്യം. അങ്ങയുടെ വചനം എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിളിലെ വചനം മാത്രമല്ല. കാരണം പുതിയ നിയമത്തില് വചനം എന്ന് പറയുന്നത് ഒരാളാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരം പഠിച്ചു. അപ്പോൾ യേശുവെന്ന വചനത്താൽ, യേശുവെന്ന സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, മാറ്റി നിർത്തണമേ എന്നാണ് ആ യേശു തന്നെ പിതാവായ ദൈവത്തോട് പറയുന്നത്. മനുഷ്യവംശത്തിന്റെ മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശു പിതാവിനോട് പ്രാർത്ഥിച്ച് തന്റെ സ്ലീഹന്മാരെ പുരോഹിതന്മാരായി വിശുദ്ധീകരിക്കുകയാണ്, മാറ്റി നിർത്തുകയാണ്, വാഴിക്കുകയാണ്. അങ്ങ് അവരെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യം ഒന്ന് ആവർത്തിക്കുകയാണ്. യേശുവിന്റെ പൗരോഹിത്യത്തിന് 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, പിതാവ് പുത്രനെ വിശുദ്ധീകരിച്ച് വേർതിരിച്ച് ലോകത്തിലേക്ക് അയച്ചു. 10:36 യോഹന്നാൻ. അതാണ് മനുഷ്യാവതാരം, 1-ാം ഘട്ടം. യേശുവിന്റെ പൗരോഹിത്യ അഭിഷേകത്തിന് 1-ാം ഘട്ടം. 2, ഈ മഹാപുരോഹിതൻ എന്ന നിലയിൽ യേശു മനുഷ്യർക്ക് വേണ്ടി തന്നെ വിശുദ്ധീകരിക്കുന്നു. അതായത് യേശു തന്നെ കുരിശിൽ ബലിയായി സമർപ്പിച്ച് ലോകരക്ഷകനായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. അത് 2-ാം ഘട്ടം. ഒന്ന് ആവർത്തിക്കണോ? പിതാവ് പുത്രനെ വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ചു, മനുഷ്യാവതാരം. അത് അവന്റെ പൗരോഹിത്യ അഭിഷേകത്തിന്റെ 1-ാം ഘട്ടം. യേശു കുരിശിൽ ബലിയായി സമർപ്പിച്ച് ലോകരക്ഷകനായി തന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു. അത് 2-ാം ഘട്ടം. 3, ആ സത്യത്താൽ, ഈ 2 സത്യങ്ങളാൽ സ്ലീഹന്മാരെ വിശുദ്ധീകരിക്കണമേ, പുരോഹിതന്മാരായി വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തണമേ. യേശു സ്ലീഹന്മാരെ തന്റെ വചനമാകുന്ന സത്യം കൊണ്ട്, താനാകുന്ന സത്യം കൊണ്ട് പുരോഹിതന്മാരായി വാഴിച്ചു വേർതിരിക്കുന്നു. ഇതേക്കുറിച്ച് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന ഒരു വ്യാഖ്യാനം ഞാൻ വായിക്കുകയാണ്. മഹാപുരോഹിത പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന വിശ്വാസ പ്രഖ്യാപനമാണ് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിലുള്ള പ്രതികരണമായി പത്രോസ് നടത്തിയത്. നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ, യോഹന്നാൻ 6:69. പരിശുദ്ധൻ. യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പിതാവ് വേർതിരിച്ച് വിശുദ്ധീകരിച്ച യേശുവിനെയാണ് നാം കണ്ടുമുട്ടുന്നത്. യേശു ശിഷ്യന്മാർക്ക് വേണ്ടി തന്നെ വിശുദ്ധീകരിക്കുകയും, അതായത് മാറ്റി നിർത്തുകയും, സത്യത്താൽ ശിഷ്യന്മാരെ വിശുദ്ധീകരിക്കുകയും, അതായത് പുരോഹിത ശുശ്രൂഷയ്ക്കായി മാറ്റി നിർത്തുകയും ചെയ്യുന്നു. എന്തിനാ? വിശ്വാസം എന്ന് പറയുന്നത് വാക്കിനും ആശയത്തിനും ഭാവനയ്ക്കും ഒക്കെ അതീതമാണ്. യേശുവുമായും യേശുവിലൂടെ പിതാവുമായും കൂട്ടായ്മയിലാവുന്ന അനുഭവത്തെയാണ് വിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസികൾ വിശ്വാസം എന്ന് പറയണേ. അല്ലാണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന അതല്ല വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വാസമാണ് ശിഷ്യന്മാരുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനം. അതുതന്നെയാണ് സഭയുടെ ഐക്യത്തിന്റെ നാരായ വേര്. വിശ്വാസം അതിന്റെ ന്യൂക്ലിയസില്, അതിന്റെ നാഭീ കേന്ദ്രത്തില് കാണാൻ പറ്റില്ല. അഗോചരവും കാണാമറയത്തുമാണ്. എന്നാൽ ശിഷ്യന്മാർ ഒരേയൊരു ക്രിസ്തുവിൽ ഒന്നാകുമ്പോൾ വിശ്വാസം മാംസം ധരിക്കുന്നു. അത് കൺവെട്ട് കാണാവുന്നതുമായിട്ട് മാറുന്നു. സൂക്ഷ്മമായത് സ്ഥൂലഭാവം അണിയുന്നു.
ഓരോ വിശ്വാസിയെയും യഥാർത്ഥ ശരീരമായി ശരീരത്തിലേക്ക് മെനഞ്ഞെടുക്കുന്നത് വിശ്വാസമാണ്. പക്ഷെ ആ വിശ്വാസം ദൃശ്യരൂപം പ്രാപിക്കുന്നത് കൂദാശയിലൂടെ യേശുവുമായി ഒന്നാകുമ്പോൾ മാത്രമാണ്. ആ കൂദാശ സംഭവിക്കണമെങ്കിൽ യേശുവിന്റെ പുരോഹിതന്മാർ ലോകത്ത് വേണം. ക്രിസ്തുവിന്റെ വിശ്വരൂപം, ക്രിസ്തുവിന്റെ പരിപൂർണ ആകാരം സാക്ഷാത്കരിക്കപ്പെട്ട് പ്രത്യക്ഷപ്പെടുന്ന യുഗാന്ത്യം വരെ വചനത്തിന്റെ മനുഷ്യാവതാരം നിരന്തരമാക്കപ്പെടണം, അനുസ്യൂതം തുടരണം. എഫേസോസ് ലേഖനം 4:13. അതിനെയാണ് കൂദാശ എന്ന് വിളിക്കുന്നത്. ആ കൂദാശ സംഭവിക്കണമെങ്കിൽ പുരോഹിതന്മാർ വേണം. അപ്പൊ നമുക്കിങ്ങനെ ഉപസംഹരിക്കാം. ഒരേ ഒരു പുരോഹിതനേ ഉള്ളൂ പുതിയ നിയമത്തിൽ, അത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് ആ യേശുക്രിസ്തുവിന് വേണ്ടി ദൈവപിതാവിന് യേശുവിന്റെ ബലി ഓർമ്മപ്പെടുത്താൻ, ദൈവപിതാവിന് മുമ്പിൽ അത് ആചരിക്കാൻ യേശു ശുശ്രൂഷകന്മാരെ നിയമിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ വൈദികരെന്ന് വിളിക്കുന്നവർ, പുരോഹിതന്മാരെന്ന് വിളിക്കുന്നവര് വാസ്തവത്തിൽ ശുശ്രൂഷകന്മാരാണ്. ഒരൊറ്റ പുരോഹിതനേ ഉള്ളൂ. യേശു എന്ന ഒരു പുരോഹിതനിൽ നിന്നുകൊണ്ട്, ലത്തീനിൽ പറയുകയാണെങ്കിൽ ഇൻ പെർസോണ ക്രിസ്തി, യേശു എന്ന ആളിൽ നിന്നുകൊണ്ട് യേശു എന്ന ആൾക്ക് വേണ്ടി അവന്റെ വചനം പരിശുദ്ധാത്മന ശക്തിയിൽ ഉത്ഥാനത്തിന്റെ വെളിച്ചത്തിൽ ഈ ശുശ്രൂഷ പൗരം കിട്ടിയവർ പ്രഖ്യാപിക്കുമ്പോൾ അവന്റെ വചനത്തിന് ജീവൻ വെക്കുകയാണ്. ഇതെന്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് ആ വചനം അവര് ജീവൻ വെക്കുന്നു. ഇതെന്റെ രക്തമാണ് എന്ന് പറഞ്ഞ വചനം ജീവൻ വെക്കുന്നു. അങ്ങനെ ഈ രഹസ്യങ്ങൾ അവന്റെ തന്നെ, ക്രിസ്തുവിന്റെ തന്നെ ശരീരമായി രൂപാന്തരപ്പെടുന്നു. അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ക്രിസ്തുവിന്റെ ശരീരമായി രൂപാന്തരപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ ശരീരത്തെ ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത് വിശ്വാസമാണ്. അപ്പോൾ യേശു എന്ന ആളാണ് സത്യം. ആ സത്യത്താലാണ് വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. ആ സത്യത്താലാണ് മാറ്റി നിർത്തപ്പെടേണ്ടത്. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരെയാണ് പുരോഹിതന്മാർ എന്ന് വിളിക്കുന്നത്. അതിന് രണ്ട് തലങ്ങളുണ്ട്. രാജകീയ പൗരോഹിത്യം, അതായത് മാമോദിസ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന എല്ലാ വിശ്വാസികൾക്കും കിട്ടുന്ന രാജകീയ പൗരോഹിത്യം, റോയൽ പ്രീസ്റ്റ്ഹുഡ്. ആ റോയൽ പ്രീസ്റ്റ്ഹുഡിലുള്ളവരെ ശുശ്രൂഷിക്കാനായിട്ട് അവർ ദാസന്മാരായി ശുശ്രൂഷ പൗരോഹിത്യം, അവരെയാണ് നമ്മൾ വൈദികര്, പുരോഹിതന്മാർ എന്നൊക്കെ വിളിക്കുന്നത്. പുരോഹിതന്മാരെന്ന് വിളിക്കുന്നെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ പുരോഹിതനേ ഉള്ളൂ, യേശുക്രിസ്തു. ആ യേശുക്രിസ്തു നാളിലാണ് ഈ പുരോഹിതന്മാർ പ്രവർത്തിക്കുന്നത്, സ്വന്തം നിലയ്ക്കല്ല. അതുകൊണ്ട് തന്നെയാണ് സഭ കൽപ്പിച്ച് നൽകുന്ന കുർബാനയെ സഭ പറയുന്ന തരത്തിൽ ചൊല്ലാവൂ എന്ന് പറയുന്നത്. കാരണം ഒരാളും അവരുടെ സ്വന്തം നിലയ്ക്ക് പുരോഹിതനാകുന്നില്ല, ഒരാളും ആകുന്നില്ല. അതുകൊണ്ട് സ്വന്തം നിലയ്ക്ക് ആരെങ്കിലും പുരോഹിതനാണെന്ന് വിചാരിച്ചാൽ അവൻ പുരോഹിതനല്ല. അങ്ങനെ കഴിയില്ല. ഈ ക്രിസ്തുവിന്റെ സഭ, ആ കൗദാശിക പിന്തുടർച്ച, ശ്ലൈഹിക പിന്തുടർച്ച, അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ കൂദാശയിൽ പങ്കെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഈ മാർപ്പാപ്പയുടെയും പിന്നെ മെത്രാപ്പോലിത്തയുടെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും മെത്രാപ്പോലിത്തയുടെയും മെത്രാന്മാരുടെ പേര് പറയണമെന്ന് പറയുന്നത്. അത് ആ വ്യക്തികളോട് മാത്രമുള്ള ബഹുമാനമല്ല, ഈ പിന്തുടർച്ചയിൽ, ഈ ശൃംഖലയിലെ ഈ കൂദാശ ആകുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അത് വളരെ വളരെ ആഴമേറിയ ദൈവശാസ്ത്രമാണത്. അപ്പൊ നമുക്കൊരു മെത്രാന്റെ ദേഷ്യമുണ്ടെന്ന് കരുതി അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ചൊല്ലാതിരുന്നാൽ നമ്മൾ ഈ ശൃംഖലയിൽ നിന്ന് പൊട്ടിപ്പോയി എന്നർത്ഥം. ആ കണ്ണിക്ക് പുറത്തു പോയി, വളയത്തിന് പുറത്തു പോയി. പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം വ്യക്തിപരമായ സ്വാർത്ഥതയായിട്ട് മാറും, സഭയുടെ കൂദാശയായിട്ട് മാറില്ല. അതുകൊണ്ടാണ് ഈ ഓരോ കാര്യത്തിനും പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട് എന്ന് പറയുന്നത്. ഇത് വെറും ആചാരമല്ലേ, അത് ചൊല്ലിങ്കിൽ എന്താ കുഴപ്പം, അങ്ങനെ ചെയ്തില്ല എന്താ കുഴപ്പം എന്നും ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്താണ് സഭ എന്നോ, എന്താണ് തിരുവചനമെന്നോ, എന്താണ് യേശു എന്ന സത്യമെന്നോ, അവന്റെ വചനമെന്ന സത്യമെന്നോ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്ന് വരും. അങ്ങനെ വരാതിരിക്കട്ടെ. നമുക്ക് ഈ കർത്താവിന്റെ വചനത്തിന് ആഴത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയട്ടെ.